നമസ്കാരം. ക്വസ്റ്റ്യൻ ഫോറത്തിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മൾ ധാരാളം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ധാരാളം അതിഥികൾ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ പ്ലാറ്റ്ഫോമിൽ എത്തിയിട്ടുണ്ട്. ഇന്ന് നമുക്കൊരു വിശിഷ്ടാതിഥിയാണുള്ളത്. പ്രത്യേകിച്ച് ഒരു വനിതാ ദിനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ കേരളമാകെ പെട്ടെന്നൊരു വീട്ടമ്മയിൽ നിന്ന് സെലിബ്രിറ്റിയായി വളർന്ന ഒരു വീട്ടമ്മ, പ്രത്യേകിച്ച് പ്രശസ്തനായ ഒരാളുടെ മാതാവ്, കടൽമച്ചാൻ എന്ന പേരിൽ യൂട്യൂബിലെല്ലാം അറിയുന്ന, സോഷ്യൽ മീഡിയയിലെല്ലാം ആളുകൾക്കറിയുന്ന കടൽമച്ചാൻ്റെ അമ്മ ഒരു യൂട്യൂബറാണ്, സോഷ്യൽ മീഡിയ താരമാണ്, ഇപ്പോൾ ഒരു സെലിബ്രിറ്റിയായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. സന്ധ്യാമ്മയാണ് ഇന്ന് എന്നോടൊപ്പമുള്ള അതിഥി. അപ്പോൾ സന്ധ്യാമ്മ എല്ലാവരോടും ചോദിക്കുന്നത് സുഖമാണോ? ഞങ്ങൾക്ക് സുഖം എന്നല്ലേ പറയുന്നത്. അപ്പോൾ ഞാനും പറയുകയാണ് എനിക്ക് സുഖമാണ്. സന്ധ്യാമ്മയ്ക്ക് സുഖമല്ലേ? എനിക്ക് സുഖമാണ്. അപ്പം വയനാട്ടിലേക്ക് ആദ്യമായിട്ടല്ലേ വരുന്നത്? അല്ല, കുറച്ച് നാൾ വന്നിട്ടുണ്ട്, പക്ഷേ ഈ ഭാഗത്തോട്ട് ആദ്യമായിട്ടാണ് വരുന്നത്. ഇപ്പം വയനാട്ടിലേക്ക് വന്നപ്പോൾ ആദ്യം ഒരു ഫീൽ എന്ത് തോന്നിയായിരുന്നു ആദ്യമായിട്ട് വന്നപ്പോൾ? അല്ല, വയനാടെന്ന് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് എനിക്ക് വരുന്നത് കോണ്ടൂർ ഐലൻഡ് റിസോർട്ട്, ബാണാസുര ഡാമിൻ്റെ അടുത്തുള്ള റിസോർട്ടിലാണ് ഫസ്റ്റ് ടൈം നമ്മൾ വയനാടിനെ ആയിട്ട് കാണാനായിട്ട് വരുന്ന ആ ഒരു ഡാമും ആ ഒരു ഇതും നമുക്കൊരിക്കലും വയനാടെന്ന് തോന്നുമ്പോൾ ഓൾറെഡി ആ ഡാം, ആ വ്യൂവ് അങ്ങനെ ഉള്ളൊരു, പക്ഷെ അതിനേക്കാളും കുറച്ചും കൂടി നല്ലൊരു സ്ഥലമാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഇവിടെ ഒരുപാട് ഏരിയ ഉണ്ട് വയനാടിന്, പക്ഷെ ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് കേൾക്കാനുണ്ട്. പക്ഷെ എങ്കിലും അടിപൊളി, ഭയങ്കര സന്തോഷമുണ്ട്. നമ്മളൊരു വനിതാ ദിനത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണല്ലോ നിൽക്കുന്നത്. അപ്പൊ സന്ധ്യാമ്മ വന്നതും ഈ കുറെ വനിതാ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഒക്കെ കൂടെ വന്നത് അതിന്റെ വനിതാ ദിനാഘോഷ പരിപാടിക്ക് ഭാഗമായിട്ട്. അപ്പം ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സന്തോഷം നൽകുന്നത് മക്കളിലൂടെ പ്രശസ്തയാകുമ്പോഴാണല്ലോ. എന്നിലൂടെ അവൻ വന്നു, അവനിലൂടെ ഞാൻ അറിഞ്ഞു, ആ ഒരു ഇതിലാണ് വരുന്നത്. അപ്പം അതിനകത്തെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ മോനായിട്ട് അവൻ പിറന്നു, പക്ഷെ അവനിലൂടെ ഞാൻ ഇന്ന് ലോകം അറിയുന്നു. എൻ്റെ കുടുംബം, ഞാൻ, എൻ്റെ ഫാമിലി മൊത്തം നമ്മൾ അത് കടൽമച്ചാൻ, ആ ഒരു ബ്രാൻഡ് നെയിം കടൽമച്ചാൻ എന്നുള്ളൊരു നെയിമിൽ നമ്മൾ ലോകം നമ്മളെ കൊണ്ട് എത്തിച്ചു. അതിന് നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് കടമകളുണ്ട് ഓരോ ആൾക്കാരോടും, അല്ലെ ഓരോ ഫാമിലിയോട്, അല്ലെങ്കിൽ ഓരോ സംരംഭകരിലോട്, അല്ലെ ഓരോ മനുഷ്യരിലേക്കും നമുക്ക് ഒരുപാട് ഇതുണ്ട്. അപ്പം ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ, ഈ മച്ചാൻ കുഞ്ഞായിരുന്നപ്പോൾ, മച്ചാന്റെ പേര് വിഷ്ണു എന്നല്ലേ? ആ പേര് കുറെ പേർക്കൊക്കെ അറിയുള്ളൂ, എല്ലാവരും കടൽ മച്ചാൻ, എല്ലാവരും ഇപ്പം ആ നെയിമിൽ അറിയപ്പെടുന്നത്. അപ്പോൾ ഇവൻ കുഞ്ഞായിരുന്നപ്പോൾ ഇവനെ എന്താക്കി വളർത്തണം എന്നായിരുന്നു അമ്മേൻ്റെ ആഗ്രഹം? ഇല്ല, അങ്ങനല്ല. എൻ്റെ വീട്ടുകാരൻ എപ്പോഴും പറയുന്നത് അവർക്ക് എന്താണോ ആഗ്രഹം അതുപോലെ എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ കടയായിരുന്നു ആദ്യം. നമ്മൾ ഓൾറെഡി കൊല്ലം ജില്ലയിൽ അഴീക്ക് ഫിഷിംഗ് ഹാർബറിൻ്റെ ഫ്രണ്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് കടയുണ്ട്, കന്നാലികളെ വളർത്ത്, പോത്ത്, എരുമ, അങ്ങനെ ആ ഒരു ഇതിൽ വന്നു. നമ്മൾ ഹാർബർ സംബന്ധിച്ചെല്ലാം വീടിൻ്റെ ഫ്രണ്ടിൽ കടലാണ്. നമ്മുടെ നേരത്തെയുള്ള വീഡിയോസൊക്കെ കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും. ആ ഒരു ഇതിൽ നിന്ന് വീട്ടുകാരൻ പറയുന്നത് അവർക്ക് എന്താണോ ഇഷ്ടം, അവരെന്താണോ ചെയ്യുന്നത്, പക്ഷെ കക്ഷി പറഞ്ഞു കൊടുക്കും, നിങ്ങളത് ചെയ്ത് കഴിയുന്നതിന് മുന്നേ നിങ്ങൾ ചിന്തിക്കണം, വേറൊരാൾക്കൊരു ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ. അപ്പോൾ അത് നിങ്ങൾക്ക് അതിൽ ഉൾക്കൊള്ളാൻ പറ്റുന്നെങ്കിൽ നിങ്ങളത് സ്വന്തം പ്രാപ്തിയിൽ ചെയ്യുക. അതാണ് ഒരു പ്രചോദനം. വീട്ടിൽ തന്നെ ഡ്രൈവിങ്, അതിനൊരു സാമ്പിള് ഡ്രൈവിങ് അടിക്കാൻ വീട്ടിൽ MAT ആയിരുന്നു പണ്ടുള്ളത്. അപ്പോൾ വീട്ടുകാരൻ കൊണ്ടവിടെ വെക്കുമ്പോൾ ഇവരതിട്ട് ഉരുട്ടും. വേറുള്ള രക്ഷകർത്താക്കൾ പറയും വണ്ടിയാ വീഴും, ഉരുട്ടല്ലേ എന്ന് പറയാം. അല്ല, അവർ ചെയ്യട്ടെ, ആ ഒരു മൊമെന്റവാ അത്. എപ്പോഴും പിള്ളേരും പറയും. നീന്തലിനെ പറ്റി തന്നെ പറഞ്ഞത്, കടലിൽ ചാടി നീന്തി പഠിച്ചു. വാഴക്കല്ല് കടലാണ് ഓൾറെഡി, അല്ലാതെ എങ്ങും പോയി പഠിച്ചതല്ല. ഇറങ്ങുകയും കയറുകയും ചെയ്ത്. പിന്നെ ഡെപ്സ്, മീൻപെട്ടി എന്ന് പറയുന്ന സംഭവത്തിന് നമ്മൾ ഡെപ്സ് എന്നാണ് പറയുന്നത്. അത് വെച്ചിട്ട് തെള്ളി നീന്തും. നമ്മുടെ അടുത്ത് കുറച്ച് മാസങ്ങളിൽ അതിനകത്ത് വല വെച്ചിട്ട് മീൻ പിടിക്കാൻ പോകുന്നൊരു സംവിധാനമുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ എല്ലായിടും ആൾക്കാർ അങ്ങനെ ആഴക്കടലിൽ വരെ പോകും. ബോട്ടിൽ പോകുമായിരുന്നു, വള്ളത്തിൽ കയറിയിട്ടുണ്ട്, ഇന്ദ്രനീല വള്ളം. പിന്നെ ബോട്ടുകളിൽ ആദ്യം കോരാനാണ് പോയത്. വേലായുധൻ എന്ന് പറയുന്ന ബോട്ടിൽ കോരാൻ പോയി. അവിടുന്ന് പിന്നെ കൃഷിക്കാരൻ മീൻ വണ്ടിയിൽ ഐസിടാൻ പോയി. അത് നമ്മുടെ തലശ്ശേരി ഭാഗത്തുള്ള ആൽഫ എന്ന് പറയുന്നൊരു വണ്ടിയായിരുന്നു. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഓരോരുത്തരുടെയും പേരെടുത്ത് പറയുന്നത് നമുക്ക് അവരിൽ അത്രത്തോളം കടപ്പാടുകളുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഓരോ ആൾക്കാരുടെയും പേര് പറയുന്നത് തന്നെ.
അങ്ങനെ അവർ മീൻ വണ്ടി വന്നു. നമ്മളപ്പോൾ അവർക്ക് വേണ്ടുന്ന അരി സാധനങ്ങൾ വെള്ളങ്ങൾ ഒക്കെ കൊടുത്തു. അങ്ങനെ അവിടെ ആളില്ലാഞ്ഞപ്പോൾ മോനെ വിളിച്ചുകൊണ്ട് പോയി ഐസ് ഇടാൻ. എന്ന് വെച്ചാൽ മീൻ നമ്മളിങ്ങനെ ഐസ് വെക്കുമ്പോഴത്തേക്ക് അതിന് ഐസ് പൊട്ടിച്ചിട്ട് കോരി ഇട്ട് കൊടുക്കണം ഷവ്വലിന്. അതൊക്കെ ഭയങ്കര കട്ടിപ്പണികളാണ്. പക്ഷേ കുഞ്ഞുപ്രായത്തിലേ പോയി അത് ചെയ്തു. അവിടെ നിന്നാണ് പിന്നെ ഇങ്ങനെ തോന്നി. പിന്നെ ഇതിലോട്ട് വരാനുള്ളൊരു കാര്യം കാരണം എന്ന് വെച്ചാൽ മോന് കയ്യിലൊരു ഇത് അറമ്പാറ വന്നപ്പോഴത്തേക്ക് ഒരു ആയുർവേദ ഡോക്ടർ എടുക്കെ പോയി. അപ്പോൾ കക്ഷിക്കാരിയാണ്, അതിൻ്റെ ഹസ്ബൻഡുമാണ് ഇതിൻ്റെ ടേണിങ് പോയിന്റ്. അപ്പം അത് മോളുടെ ഡോക്ടർ കൃഷ്ണ എന്നാ പേര്. അത് തിരുവനന്തപുരംകാരിയാണ്, നമ്മുടെ കരുനാപ്പള്ളി മാരേജ് ചെയ്ത് കൊണ്ടുവന്നതാണ്. അതിൻ്റെ ഹസ്ബൻഡ് എന്ന് വെച്ചാൽ വിദേശത്തായിരുന്നു അന്നു. ഇപ്പം നാട്ടിൽ ATM നടത്തുന്നു. അപ്പം അവിടെ വെച്ച് ഈ മോള് വഴി ഹസ്ബൻഡിനെ പരിചയപ്പെട്ടു. പോസ്റ്റർ ഇടാൻ പോയി. ഇവരുടെ പരസ്യം പോസ്റ്റർ ഇങ്ങനെ നോട്ടീസ് അച്ചടിച്ചിട്ട് ഇടുമല്ലോ എല്ലായിടവും, അതിന് പോയി. അപ്പം അങ്ങനെ ഈ മോള് പറഞ്ഞ് എനിക്കൊരാളെ കിട്ടിച്ചേട്ടാ, നല്ല പയ്യനാണ്. അങ്ങനെ മോനാണ് അവിടെ ഇരുന്നുകൊണ്ട് പറഞ്ഞത് നീ ഇങ്ങനെ ചെയ്യൂ. അപ്പം അന്നത്തെ കാലത്ത് നമ്മുടെ ഈ ഫോണില്ല. എന്നിട്ട് ആ മോൻ ലീവിന് വന്നപ്പം ഒരു ഫോൺ കൊണ്ടുവന്ന് കൊടുത്തു, അതിൻ്റെ സ്റ്റാൻഡ് കൊണ്ടുവന്ന് കൊടുത്ത്. എന്നിട്ട് അവനാണ് ഇങ്ങനെ മോട്ടിവേഷൻ കൊടുത്തോണ്ടിരുന്ന, നീ ചെയ്യൂ, നീ സംസാരിക്കും നല്ലതുപോലെ, നീ കണ്ടന്റ് ചെയ്യൂ എന്നെല്ലാം പറഞ്ഞു കൊടുത്ത്. അല്ല, നമ്മുടെ വീട്ടിൽ ഫിഷിംഗ് ഹാർബറും അല്ലെ ഫിഷ്മാനും ആയതുകൊണ്ട് മീൻ എപ്പോഴും കൊണ്ടുവരും. അപ്പം ആ മീൻ എന്ത് ചെയ്യണം, കൊണ്ടുവരുന്ന സ്പോട്ടിൽ തന്നെ കറി വെച്ച് കഴിക്കണം. ഒരുവിധം എല്ലാ മത്സ്യത്തൊഴിലാളികളുടെ ഭവനങ്ങളിൽ അങ്ങനത്തെ ഒരു പ്രത്യേകതയുണ്ട്. അവർ കൊണ്ടുവരുന്ന ആ ഫ്രഷ് മീൻ, അത് ഏത് സമയം, രാത്രിയാണെങ്കിലും രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും, അത് നമ്മൾ പാചകം ചെയ്തിട്ട് കഴിക്കുമ്പോൾ അതിനൊരു പ്രത്യേക ഒരിതാണ് പിള്ളേർ. അപ്പോൾ അങ്ങനെ വെച്ചപ്പോൾ ഇവൻ അത് വീഡിയോ എടുത്തു, അങ്ങനെ അതിട്ടു. നമ്മളിതുപോലെ കടയാവുമ്പോൾ നമുക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. ഒരു സെലിബ്രിറ്റി ആയല്ലോ, എല്ലാ സ്ഥലത്തോടെ പോയി, ആ സ്ഥലത്തോടെയൊക്കെ പോയി. നമ്മളിപ്പോൾ ഞാൻ എല്ലായിടവും പറയും, ഞാൻ 10ാം ക്ലാസ് തോറ്റതാ. പക്ഷേ ഇപ്പോൾ കോളേജുകളിൽ ചെന്നാലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്റ്റേജുകളിൽ ചെന്നാലും നമ്മൾ സംസാരിക്കും. അപ്പം നമ്മൾ പറയുന്നത് എന്താ, നമ്മൾ പ്രയത്നിക്കുക. നമുക്ക് സ്വപ്നം കാണാം, പക്ഷെ അത് ഉറങ്ങിക്കിടക്കുന്ന സ്വപ്നമാണെങ്കിൽ പോലും നമ്മളത് ഉണർന്നിരുന്ന് പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ഉയരങ്ങളിൽ എത്താൻ പറ്റൂ. ഈ കോളേജിലൊക്കെ ചെല്ലുമ്പോഴത്തേക്ക് അവരിങ്ങനെ എക്സ്പീരിയൻസ് പറഞ്ഞാൽ അവർക്ക് അത് ഞാൻ പറയും. ഇപ്പം തന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇനിയുള്ള കാലം ഞാൻ പറയുന്നത് നമ്മൾ രക്ഷകർത്താക്കൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. പണ്ടായിരുന്നു ഭൂസ്വത്തുകളും അത് പാരമ്പര്യ സ്വത്തുകൾ, ഭൂസ്വത്തുകളൊക്കെ ഉണ്ടാകും ഓരോ കുടുംബങ്ങൾക്കും. അന്ന് വിദ്യാഭ്യാസം അത്രത്തോളം ഇല്ല. പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ. ഇപ്പം ഞാൻ എല്ലാവരോടും പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ വിദ്യാഭ്യാസം കൊടുക്കുക നിങ്ങളുടെ മക്കൾക്ക്. എത്രത്തോളം കൊടുക്കാൻ പറ്റുന്നു അവരുടെ ലെവലിൽ അവരെ വിദ്യാഭ്യാസം ചെയ്തു വിടുക. അപ്പം അവരതിൽ കയറിപ്പോയിക്കോളും. അതിനുള്ള സാങ്കേതിക വിദ്യകളുണ്ട് ഇന്ന്, അത്രത്തോളം വളർന്ന്. അമ്മ ഉദ്ഘാടനത്തിനൊക്കെ പോവോ? പോകും. എല്ലാ ഉദ്ഘാടനത്തിനും പോവോ? ഒരുവിധം വിളിക്കുന്നതിനെല്ലാം പോകും. നമുക്ക് വിളിക്കാൻ പോകാൻ പറ്റത്തില്ലല്ലോ, എങ്കിലും വിളിക്കും. കുറേ ആൾക്കാരുടെ അടുത്ത് ഉണ്ട്. ഇപ്പം കഴിഞ്ഞ മാസം പിന്നെന്താ കർമ്മശ്രേഷ്ഠയുടെ അവാർഡിന് വിളിച്ചു, കൊല്ലത്ത് ഒരു ഇൻഷുറൻസ് കമ്പനിക്കാരായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തടുത്ത് പോകുമ്പോഴും കുറേ ആൾക്കാരെ പരിചയപ്പെടാം, കുറേ ഫ്രണ്ട്സിനെ കിട്ടും, കുറേ നല്ല കാര്യങ്ങൾ ചെയ്യാം. അതുവഴി അതൊരു ബന്ധങ്ങൾ വളരും, അതൊരു റിലേഷൻഷിപ്പ്, അങ്ങനെയൊക്കെ സൗഹൃദങ്ങൾ കൂട്ടിയുറപ്പിക്കാൻ പറ്റും. വീഡിയോ ഒക്കെ ചെയ്ത് ധാരാളം വൈറലായി, ആളുകൾക്കൊക്കെ ഇതായി. മച്ചാനും വരുമാനം ഉണ്ടായിരുന്നു. അമ്മ ആദ്യമായിട്ട് കണ്ടന്റ് ചെയ്തിട്ട് ആദ്യത്തെ വരുമാനം കിട്ടി ആ സമയത്ത് എന്താ തോന്നി? അല്ല, എനിക്ക് ഒരു പേജ് അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്തതല്ല. പല ഇൻ്റർവ്യൂ എടുക്കാൻ വരുമ്പോഴും ആൾക്കാർ ഇങ്ങനെ ചോദിക്കും വേറൊരു പേജ് ഇല്ല. ഓൾറെഡി കടൽമച്ചാൻ എന്നൊരു ബ്രാൻഡിൽ ഇപ്പം നമ്മളൊരു ഞാൻ ഒരു ബിസിനസ്സുകാരിയും കൂടാണ്. ഓൾറെഡി ബിസിനസ് എന്നല്ല, ഞാനൊരു സംരംഭക കൂടിയാണ്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം നമ്മുടെ കയ്യിൽ മീനച്ചാറായിരുന്നു ഉള്ളത്. ഇപ്പം എൻ്റെ കയ്യിൽ 17ഓളം പ്രൊഡക്റ്റുകളുണ്ട്. അത് ഞാൻ അഭിമാനത്തോടെ എല്ലായിടവും പറയും. അതിൻ്റെ കാരണം എന്താ, എന്നിലൂടെ അവനിലൂടെയും ഞാൻ. ആ ഒരു പൊസിഷനിലാണ്. ആ ഒരു ബ്രാൻഡ് നെയിം നമ്മൾ കഷ്ടപ്പെട്ടാൽ മാത്രമേ മോനെ നമുക്ക് വളരാൻ പറ്റൂ. അല്ല നമ്മൾ വേറെ ഒന്നും നോക്കിയിരുന്നിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. ജീവിത വിജയത്തിന് കുറുക്ക് വഴിയൊന്നുമില്ല. ഇല്ല, നമ്മൾ പ്രയത്നിക്കണം. പിന്നെ ഞാൻ എപ്പോഴും പറയും, ദൈവത്തിൻ്റെ കയ്യൊപ്പ് ആരുടെ ജീവിതത്തിലാണ് പതിഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിലൂടെ. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ മനുഷ്യരെ സംബന്ധിച്ചിട്ട് എൻ്റെ ഒരു അഭിപ്രായം, അത് എത്രത്തോളം ശരിയുണ്ടെന്ന് എനിക്കറിയില്ല. ഇപ്പം മുകളിൽ കൂടി വിമാനം പോകുന്നു.
താഴെ കൂടി ട്രെയിൻ പോകുന്നു, തീവണ്ടി പോകുന്നു. ഇതൊക്കെ ആന, ഈ 3 സംഭവങ്ങൾ നമ്മൾ എത്ര വലിയ ആൾക്കാരാണെങ്കിലും കുട്ടി ആൾക്കാരാണെങ്കിലും കാണുമ്പോൾ നമ്മൾ കൗതുകത്തോടാണ് നോക്കുന്നത്. ആ ഒരു ഫ്ലൈറ്റിൽ കയറി ആദ്യമായിട്ട് ഞാൻ ദുബായ് നഗരത്തിൽ ചെന്ന് സംസാരിക്കുമ്പോഴും നാളെ ദുബായിക്ക് പോവാണ്. മറ്റൊന്ന് മസ്കറ്റിന് പോവുകയാണ്. നമ്മുടെ ഒരു പ്രൊജക്റ്റുമായിട്ട് നമ്മൾ മസ്കറ്റ് പോവാണ്. അപ്പം ആ ഒരു മൂമെന്റ് എത്രയോ കോടി എത്രയോ ആൾക്കാർ കണ്ട ആ വീഡിയോ. പക്ഷെ ആ ബുർജ് ഖലീഫയുടെ ഫ്രണ്ടിൽ ചെന്ന് നിന്നപ്പോൾ എന്താ പറയുന്നത്, ലോകത്തിൻ്റെ നെറുകയിൽ നമ്മൾ എത്തിയ പോലുള്ള ഒരു ഫീലിങ്, അതെനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. സാറ് പറഞ്ഞേക്കുന്ന ഏറ്റവും ഉയരം കൂടുന്നിടത്ത് ചെന്ന് നിന്ന് നമ്മൾ ചായ കുടിക്കുമ്പോൾ സ്വാദ് കൂടുമെന്നുള്ളതാണ്. നമ്മൾ കാശ്മീർ പോയി മഞ്ഞുമലകൾ കണ്ട് ആപ്പിൾ പറിച്ചു. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ, ഞാൻ പറയുന്നത് എല്ലാ സ്ത്രീകളും ഈ വനിതാ ദിനത്തിൽ പറയാനുള്ളത്, നമ്മൾ അടുക്കളയിൽ ജോലി ചെയ്യേണ്ട എന്നുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഓരോ കഴിവുകളുണ്ട്. ആ കഴിവുകളിൽ നിന്ന് നമ്മൾ സംരംഭങ്ങൾ തുടങ്ങുക. ഇപ്പോൾ ഓരോ ഓൺലൈൻ മാർക്കറ്റുകൾ ഉണ്ട്, പണ്ട് ഇതൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ചെയ്യുന്ന സംരംഭങ്ങൾ നമ്മൾ വിജയിപ്പിച്ച് കൊണ്ടുവരിക. നമുക്കിഷ്ടമുള്ളിടത്ത് നമ്മൾ സ്വന്തമായി അധ്വാനിച്ച് 1 രൂപ എടുത്തിട്ട് അത് കൊണ്ടുവന്ന് ചിലവാക്കുമ്പോൾ കിട്ടുന്ന ഒരു മൂമെൻറ്റ്, അതിനൊരു പ്രത്യേക ഒരു ഇത് തന്നെ. നമ്മൾ എത്രത്തോളം പറഞ്ഞാലും അത് ആ സമയത്ത് വരുന്ന ആ ഒരു സന്തോഷം നമുക്ക്. പിന്നെ ഫാമിലി സപ്പോർട്ട് ഭയങ്കരമാണ്. അമ്മയുണ്ട് എൻ്റെ വീട്ടിൽ. ഞാൻ, അച്ഛൻ, അമ്മ, ചേച്ചി ആണ്. ചേച്ചിക്ക് 2 മക്കൾ, ഹസ്ബൻഡ് ഡെത്തായതാണ്. മൂത്ത മോൻ സൈക്കോളജി PG പഠിക്കുന്ന കുഫോസിൽ, ഇളയാൾ 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അവളാണ് എൻ്റെ പേജിലെ ക്യാമറാമാൻ. ഓൾറെഡി ഈ പേജ് തുടങ്ങിയത് തന്നെ നമ്മുടെ ബിസിനസ്സിന് വേണ്ടിയാണ് തുടങ്ങിയത്. അതിൽ കൂടെ ഞാൻ എൻ്റെ ബിസിനസ്സിൻ്റെ അച്ചാറുകൾ, ചമ്മന്തിപ്പൊടി, ഉണക്കമീൻ, അങ്ങനെയുള്ള സംഭവങ്ങളാണ് അതിനകത്ത് ഏറെക്കുറെ വീഡിയോ. എല്ലാ ദിവസവും കണ്ടന്റ് ചെയ്യും. എല്ലാ ദിവസവും കണ്ടന്റ് ചെയ്യും. ഒരു ദിവസം കണ്ടന്റ് പിറ്റേ ദിവസത്തേക്ക് വേണ്ടി സ്റ്റോക്ക് വെക്കുമോ? അങ്ങനില്ല. എനിക്ക് എൻ്റെ പേജിലെന്ന് വെച്ചാൽ എനിക്ക് എഡിറ്റർ ഇല്ല. 8 വയസ്സുള്ള മോളാണ് എൻ്റെ വീട്ടിലുള്ളപ്പോൾ എൻ്റെ വീഡിയോ ഞാൻ ഒറ്റ ഷോട്ട് വീഡിയോ ചെയ്യും 3 മിനിറ്റ്. അത് തന്നെ 3 പ്ലാറ്റ്ഫോമിൽ വിടും. അതാണ് എൻ്റെ രീതി. എന്നുവെച്ചാൽ നമ്മളിനി പഠിക്കണം അതിനെപ്പറ്റി. അപ്പോൾ അതാ ഞാൻ പറയുന്നത്, അറിവില്ലെങ്കിലും ഒരു ഫോൺ യൂസ് ചെയ്യാൻ അറിയാവുന്നവർക്ക് നമുക്കൊരു ചാനൽ തുടങ്ങാം. അതിൽ നിന്ന് വരുമാനമാകും. ഒരുപാട് ഇതുണ്ട്. ഇപ്പം ഫേസ്ബുക്ക് മോണിറ്റൈസേഷനായി, ഇൻസ്റ്റാഗ്രാം ഉണ്ട്, യൂട്യൂബ് ഉണ്ട്, 3 പ്ലാറ്റ്ഫോം ഉണ്ട്. ഇപ്പൊ സമൂഹ മാധ്യമങ്ങളാണല്ലോ സ്ത്രീകളൊക്കെ കുറെ പേര് നോക്കുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങളെപ്പോലുള്ളവർ എന്ത് പറയുന്നു, എവിടേക്ക് പോകുന്നു, എന്ത് ഭക്ഷണം കഴിക്കുന്നു എന്ന് ഈ വീട്ടിലിരിക്കുന്ന വീട്ടമ്മ നോക്കുന്നുണ്ടാവും അല്ലേ? അത് നമ്മൾ ആ ഒരു സെൻസിലാണോ നമ്മൾ വീഡിയോ? ഇന്നിപ്പം ഞാൻ രാവിലെ ഈ റിസോർട്ടില് ബ്രേക്ക്ഫാസ്റ്റിന്റെ ഒരു വീഡിയോ ഇട്ടു ഇവോറയില്. അപ്പൊ അതിന്റെ അടിയിൽ കമന്റ് വന്നേക്കുന്നു, ഞാൻ ഇവിടെ അടുത്ത അമ്പലവയലിന്റെ അടുത്തുള്ളയാണെന്നും. നമ്മൾ കൊല്ലം ജില്ലക്കാരിയാണ്. ഓൾറെഡി ആ പേജ്, ആ വീഡിയോയുടെ അടിയിലെടുത്ത് നോക്കിയാൽ മതി, ഞാനിവിടെ അമ്പലവയലിലുള്ളതാണ്, അടുത്താണ് എൻ്റെ വീട് എന്നും പറഞ്ഞ് എനിക്കിതാ ഇപ്പം കമൻറ്റ് വന്നു. ഇട്ട് കഴിഞ്ഞപ്പോൾ തന്നെ എല്ലാ കമൻറ്റിനൊക്കെ മറുപടി കൊടുക്കാൻ പറ്റുമോ? ഇല്ല, ഞാൻ ഓൾറെഡി നോക്കും. കഴിവിൻ്റെ പരമാവധി ഞാൻ കൊടുക്കും. പിന്നെ ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മൾ ഈ വനിതാ ദിനത്തിൽ സംസാരിക്കുമ്പോൾ വനിതകളെല്ലാവരെയും ഇങ്ങനെ മോട്ടിവേഷനും കുറേ ചർച്ചയും കുറേ വിവാദങ്ങളും ഒക്കെ ചർച്ച ചെയ്യുമല്ലോ. അപ്പോൾ സന്ധ്യാമ്മയെ സംബന്ധിച്ചിടത്തോളം എന്ത് ആളുകളോട് പറയണമെന്നാണ് ആഗ്രഹിക്കുന്നത്? എന്താണെന്ന് വെച്ചാൽ എല്ലാവരും അവരവരുടെ കഴിവുകൾ തെളിയിക്കുക, സംരംഭമാകുക. ജീവിച്ചിരിക്കുന്ന കാലത്തോളം നമുക്കൊരാൾക്ക് സന്തോഷം കൊടുക്കാൻ പറ്റുന്നു അത് ചെയ്യുക. ഇപ്പം ഞാൻ പറയട്ടെ, ഇപ്പോഴത്തെ കാലയളവിൽ കണ്ടുവരുന്നത്, അതെനിക്ക് പറയാൻ പറ്റുമോ എന്നറിയത്തില്ല. ഇപ്പം 2 മക്കളുണ്ട്, പഠിച്ച് വിദേശത്ത് പോകുന്നു. അച്ഛനും അമ്മയും കൂടെ അവർക്ക് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല. അതിൽ ഒരാൾ ഡെത്തായി കഴിയുമ്പോഴത്തേക്ക് ഇപ്പം കണ്ടുവരുന്നൊരു കാര്യം, ഇവർ എമർജൻസി ഫ്ലൈറ്റ് പിടിക്കും. അപ്പോൾ ഡെത്തായ ആളിനെ എന്ത് ചെയ്യും? ഫീസറി വെക്കും. ഉടനെ ഇതുവരെ ജീവിച്ചിരുന്നപ്പോൾ ലീവ് കിട്ടാത്ത ആൾക്കാർ എമർജൻസി ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കുന്നു, നാട്ടിൽ വരുന്നു, ഈ ഫീസറിനകത്തിരിക്കുന്ന ബോഡി കാണുന്നു, കർമ്മങ്ങൾ ചെയ്യുന്നു, പോകുന്നു. അപ്പോൾ അവർ ഫീസറിനകത്തിരിക്കുന്ന ബോഡി അറിയുന്നില്ലല്ലോ ഇതാരാ ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ അവർക്കൊരു സന്തോഷം കൊടുക്കാൻ പറ്റുന്നു, അതാണ് ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ഏറ്റവും വലിയൊരു മൂമെൻറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ ഈ വനിതാ ദിനത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാനുള്ള എന്താ പറയാനുള്ളത് സന്ധ്യാമ്മയ്ക്ക്? എല്ലാ വനിതകളും പ്രയത്നിക്കുക, കിട്ടുന്ന സമയം എൻജോയ് ചെയ്യുക,
ട്രിപ്പുകൾ പോവുക, പറ്റുന്നത് പോലെ ജീവിതം ആസ്വദിക്കുക. അപ്പം ഞാൻ കണ്ടൊരു കാഴ്ച, നമ്മൾ ഇപ്പോൾ ഈ വനിതാ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റിന് വന്നപ്പോൾ പോലും കുറേ വനിതകളൊക്കെ വന്നു, എല്ലാവരുടെ കൂടെ ആളുകളൊക്കെ കൂടുകയാണ്. പക്ഷേ സന്ധ്യാമേൻ്റെ കൂടെ സെൽഫി എടുക്കാൻ വേണ്ടി ഒരു ഇടിച്ചു കയറ്റം പോലെ വലിയ സെലിബ്രിറ്റീൻ്റെ കൂടെ പോലെ അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ ചെല്ലുമ്പോൾ ഇങ്ങനെ ഒരു ഫീൽ ഉണ്ടാവാറുണ്ടോ? അല്ല, ഇനാഗ്രേഷൻ ഒക്കെ വിളിക്കുമ്പോൾ ആളുകൾ ഒത്തിരി ഉണ്ടെങ്കിൽ അവിടെ നിയന്ത്രിക്കാൻ ആൾ കാണും. ഇല്ലെങ്കിൽ നമ്മളെന്താ സാധാരണയെന്ന് വന്നതല്ലേ, സാർ ഇന്നലെ കണ്ടു കാണുമല്ലോ. ഞാൻ എന്തേലും അവരെ എല്ലാവർക്കും മൈറ്റ് വേണം, നമ്മളെല്ലാവർക്കും നിന്ന് സമാധാനത്തിന് ചെയ്തു കൊടുക്കും ആർക്ക് വേണേലും, അത്രയേ ഉള്ളൂ. അല്ല നമുക്ക് അങ്ങനെയുള്ള ഇതൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ച് എന്താ ഒരു അംബീഷൻ ഇനി എന്താ, ഇതുപോലെയുള്ള കുറേ രാജ്യങ്ങൾ സന്ദർശിക്കണം, യാത്രകൾ പോകണം. പിള്ളേർക്ക് എത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കാൻ പറ്റുന്നു അത്രത്തോളം വിദ്യാഭ്യാസം കൊടുക്കണം. ഓൾറെഡി എനിക്ക് 2 മക്കളാണ്. ഒരാൾ MG കോളേജിൽ നിന്ന് ഡിഗ്രി കഴിഞ്ഞ് ഇപ്പം ജർമ്മൻ പഠിക്കുന്നു. മോള് പേളെന്നാ പേര്. മോന് സൈക്കോളജി കഴിഞ്ഞ് നിൽക്കുന്നു. പിന്നെ കൃഷിക്കാരൻ മത്സ്യബന്ധനമാണ്. ഇപ്പോൾ ബിസിനസ്സിൻ്റെ കാര്യങ്ങൾ നോക്കുന്നു. വീടില്ലായിരുന്നു, ഇപ്പം ഞങ്ങൾക്ക് വീടിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഇത്രയാണ് ഞങ്ങളുടെ ഫാമിലി. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ റാഗിങ്, മയക്കുമരുന്ന്, പിന്നെ ഈ സ്പീഡ് ഡ്രൈവിംഗ് ഒക്കെ ആയിട്ട് ഇപ്പോൾ വല്ലാത്തൊരു സമൂഹം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. അമ്മമാർക്ക് ഒരു പ്രത്യേക റോൾ ഉണ്ടല്ലോ ഇതിൽ. ഉണ്ട്. ഓൾറെഡി നമ്മുടെ മക്കൾ പോകുമ്പോൾ നമ്മൾ ചോദിക്കണം ഹെൽമെറ്റ് എടുത്തോ. ഒരാളെ കഴിവതും നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ നോക്കുക. 2 വീലറുകാരൊക്കെ ആൾക്കാരെ കയറ്റാതിരിക്കുക കൈ കാണിച്ചാലൊന്നും. അത് ഞാൻ എപ്പോഴും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്. മറ്റും ഇതുകൊണ്ടാണല്ല, അഥവാ എന്തെങ്കിലും പറ്റിയാൽ ഒരാൾക്കല്ലേ പറ്റത്തുള്ളൂ. ഇത് 3-4 ആൾക്കാരാണ് 2 വീലറിൽ പോകുന്നത് ഹെൽമെറ്റ് ഇല്ലാതെ. അതൊക്കെ പക്ഷേ ഗണേഷ് കുമാർ സാർ വന്ന് ഒരുപാട് നിയന്ത്രണങ്ങൾ വന്നിട്ടുണ്ട്. എന്നാലും കുറേയൊക്കെ നമ്മൾ നോക്കണം. പുതിയ തലമുറയോട് എന്താ പറയാനുള്ളത്? പുതിയ തലമുറയോട് പറയാനുള്ളത് മദ്യം, മയക്കുമരുന്ന്, ലഹരി, പിന്നെ കുറേ ഓൺലൈൻ ഗെയിമുകൾ, അതിലൊന്നും കളിച്ച് സമയം കളയാതെ നിങ്ങൾക്ക് ഒന്നീ സിനിമ കാണാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും വരയ്ക്കുന്നവരാകാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ആർട്ടുകൾ ചെയ്യുന്നവരാകാം, വേറെ സംഗീതം കേൾക്കാം, വേറെ എന്തെല്ലാം സംഭവങ്ങളുണ്ട് ഭൂമിയിൽ. ഒന്നും വേണ്ട, 2-3 ചെടി വെച്ച് കൃഷി ചെയ്യാം, അങ്ങനെ ഒരുപാട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ബിസിനസ് തുടങ്ങാം. അല്ല, ആരോടാണെങ്കിലും അങ്ങനെ ചെയ്യാം. നമ്മൾ സമയം ചുമ്മാതിരിക്കുമ്പോഴല്ലേ ഗെയിം കളിക്കാനും അല്ലെങ്കിൽ വേറുള്ള സംഭവങ്ങൾ നമ്മളൊരു കൂട്ടുകാരെ തിരഞ്ഞെടുക്കുമ്പം നേരെ നമ്മളുമായിട്ടുള്ള ഒരു ഇതിൽ തിരഞ്ഞെടുക്കണം. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ടേണിംഗ് പോയിൻ്റ് നമ്മുടെ ഫ്രണ്ട്സിനുണ്ട്. നല്ല കൂട്ടുകാരെ തിരഞ്ഞെടുക്കാൻ നമ്മൾ കൂടുതലും നോക്കണം. അത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. ഒരാൾ നശിക്കാനും ഒരാൾ നന്നാവാനും ഒരു കൂട്ടുകാരനും അല്ലെ ഒരു കൂട്ടുകാരിയെ കൊണ്ട് സാധിക്കും. അപ്പോൾ നമ്മളെപ്പോഴും ബന്ധങ്ങളും കൂട്ടുകളും നമ്മൾ നല്ലത് തന്നെ തിരഞ്ഞെടുക്കണം എന്നുള്ളൊരു വ്യക്തിയാണ് ഞാൻ. പ്രത്യേക ആഘോഷങ്ങളൊക്കെ വരുമ്പം വീട്ടിലെല്ലാവരും ഒത്തുകൂടുക, ബന്ധുക്കളും സുഹൃത്തുക്കളൊക്കെ വരും. ഇങ്ങനെ നമ്മളെ സംബന്ധിച്ച് പക്ഷേ ദിവസവും ഓരോ ആഘോഷത്തിൻ്റെ മൂഡിലാണ് നമ്മൾ. ഇപ്പം വീട്ടിലെ വിഷയങ്ങൾ നമുക്ക് ബന്ധുക്കൾക്കൊക്കെ പ്രോഗ്രാമുകൾ വരുമ്പോൾ, ഫംഗ്ഷനുകൾ വരുമ്പോൾ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് എന്താ, നമ്മൾ ഒന്നീ മുന്നേ പോകും അല്ലെങ്കിൽ അത് കഴിഞ്ഞു പോകും. അങ്ങനൊരു ഇഷ്യൂ ഇപ്പോൾ ഇതിലോട്ട് വന്നണക്കെയുണ്ട്. പിന്നെ കുറേയേറെ നമ്മൾ മാനേജ് ചെയ്ത് അങ്ങ് പോകും. ആൾക്കാരും ഡെയിലി ഇത് കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ബന്ധുക്കളാണെങ്കിലും പുറമേ ഉള്ളവരാണെങ്കിലും ഇത് ഡെയിലി ഇങ്ങനെ അപ്ഡേറ്റ് പോകുന്നത് കൊണ്ട്, ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അവർക്ക് കുഴപ്പങ്ങളുമില്ല. സമയത്തിൻ്റെ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമ്മളെ പ്രേക്ഷകരോട്, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഈ പ്രേക്ഷകരോട്, പ്രത്യേകിച്ച് വയനാട്ടുകാരോട് സന്ധ്യാമ്മയ്ക്ക് എന്താ പറയാനുള്ളത്? വയനാട്ടുകാരോട് എന്താ പറയാനുള്ള, സ്നേഹം മാത്രം. ഇന്നലെ തന്നെ നീലഗിരി ആർട്സ് കോളേജിൽ പോയി പിള്ളേർ, അവിടുത്തെ ഭക്ഷണം വയ്ക്കുന്ന ചേച്ചിമാർ എല്ലാവരും എന്ത് സ്നേഹമാ. നല്ല ഒരു ഇതാണ് വയനാട്, എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. അത്രയേ ഉള്ളൂ പറയാം. പിന്നെ എല്ലാവർക്കും നല്ലത്. ഇപ്പോൾ സന്ധ്യാമ്മ പറഞ്ഞതുപോലെ നമ്മളൊക്കെ ഓരോരുത്തരും വേറുള്ളവർക്ക് പ്രചോദിതരാവേണ്ട ആളുകളാണ്, മറ്റുള്ളവർക്ക് പ്രോത്സാഹനം നൽകേണ്ട ആളാണ്. സന്ധ്യാമ്മയിൽ ഞാൻ 2 ദിവസമായിട്ട് അവരുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കണ്ടൊരു സവിശേഷത, എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കുക, എല്ലാവരെയും സ്വന്തക്കാരായി കരുതുക, എല്ലാവരെയും ബഹുമാനിക്കുക, എല്ലാവരെയും സ്നേഹിക്കുക. അതൊരു വലിയ ഒരു മാതൃകയായിട്ടാണ് എനിക്ക് കണ്ടത്. അവരിപ്പോൾ നമ്മളുടെ ഈ ക്വസ്റ്റ്യൻ ഫോറത്തിൽ പറഞ്ഞ വാക്കുകളിൽ നിന്ന് അപ്രതീക്ഷിതമായിട്ട്, അതിലപ്പുറമായിട്ട് എനിക്ക് കണ്ടത്, അപ്രതീക്ഷിതമായി കാണുന്ന ഒരാളെ പോലും അവർ നേരത്തെ എത്രയോ കാലത്തെ
നേരത്തെ പരിചയമുള്ളതുപോലെ ഇടപഴകുകയും പെരുമാറുകയും ചെയ്യുകയാണ്. സ്വന്തക്കാരിയെ പോലെ സ്വന്തക്കാരനെ പോലെ പെരുമാറുകയാണ്. അപ്പോൾ നമുക്ക് ഈ അടുപ്പവും ഈ ആത്മബന്ധവും സ്നേഹവും ഒക്കെയാണ് മനുഷ്യരോട് കാണിക്കാൻ പറ്റുക. ഈ സൗഹൃദമൊക്കെയാണ് നമ്മൾ സൂക്ഷിക്കേണ്ടത്. പ്രത്യേകിച്ച് വയനാടിനോടുള്ള ഒരു സ്നേഹം കൊണ്ട് തന്നെയാണ് ഈ വയനാട് വിഷൻ്റെ പ്രേക്ഷകരോട് സംവദിക്കാൻ വേണ്ടി ഇത്രയും സമയം ചെലവഴിച്ചത്. മറ്റൊരു അതിഥിയുമായി മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.